1947 ആഗസ്റ്റ് 15 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അതിനുശേഷം ആദ്യ കുറേ കാലഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പട്ടിണിയായിരുന്നു. ആബാലവൃദ്ധ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് അതുതന്നെയായിരുന്നു. പിന്നീട് രാജ്യം അതിനെ ഘട്ടം ഘട്ടമായി അതിജീവിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി അടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ രാജ്യത്തിൻ്റെ പട്ടിണിയുടെ ഒരു ആഘാതം കുറച്ചു എന്ന് തന്നെ പറയാം. എങ്കിലും രാജ്യത്തിൻ്റെ പട്ടിണി നിരക്ക് കുറയ്ക്കുവാൻ വേണ്ടിയുള്ള മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്തിന് അതിൻ്റെ പട്ടിണി നിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം രാജ്യത്തിൻ്റെ പട്ടിണി നിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം ഏറുകയാണ്. അതിനുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഏകദേശം 27 കോടി ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി. 2011-12 27.1% കടുത്ത ദാരിദ്ര്യ നിരക്ക്. 2022-23 വെറും 5.3% കുറഞ്ഞു. ഇന്ത്യയെ ദാരിദ്ര്യരഹിത രാഷ്ട്രമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഈ നേട്ടം. സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങളെ ശക്തരും സ്വാശ്രയരുമാക്കുന്നതിനായി മോദി സർക്കാർ നിരവധി പദ്ധതികൾ ആരംഭിക്കുകയും അവ നന്നായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകബാങ്കിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയിലെ കടുത്ത ദാരിദ്ര്യ നിരക്ക് വൻതോതിൽ കുറഞ്ഞു. 5% താഴെയായി. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം 34.44 കോടിയിൽ നിന്ന് 7.52 കോടിയായി കുറഞ്ഞു. ഈ രീതിയിൽ രാജ്യം ഏകദേശം 27 കോടി ആളുകളെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. 2017-നും 2021-നും ഇടയിലുള്ള ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ $3 പുതുക്കിയ കടുത്ത ദാരിദ്ര്യരേഖ 2021 വിലകളിൽ പ്രകടിപ്പിച്ച $2.51 പരിധിയേക്കാൾ 15% കൂടുതലാണെന്നും 2022-23 ദാരിദ്ര്യ നിരക്ക് 5.3% ആകുമെന്നും റിപ്പോർട്ട് പറയുന്നു. ദാരിദ്ര്യ നിരക്ക് 2011-12 16.2% നിന്ന് 2022 വെറും 2.3% കുറഞ്ഞു. 2024 ഇന്ത്യയിൽ 5,46,95,832 ആളുകൾ പ്രതിദിനം $3 താഴെ വരുമാനത്തിൽ ജീവിച്ചിരുന്നതായി റിപ്പോർട്ട് പറയുന്നു. അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്നും തുടരുന്ന ദാരിദ്ര്യ വിഷയത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നുവെന്ന് സാരം. ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഭാഗമായി സർക്കാർ മുൻപോട്ട് വെച്ചിരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയക്കടമ്പ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. രാജ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിലേക്ക് കുതിക്കുമ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി അകറ്റുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യത്തെ അവകാശത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ.